ശരി ഡോക്ടർ ധൻരാജ്, ഇങ്ങനെ ഒരു വിലപേശൽ അതിൽ ബി.ജെ.പിക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വരുമെന്ന് തന്നെയാണോ താങ്കൾ വിലയിരുത്തുന്നത്? കാരണം അപ്പുറത്തെ സൈഡിൽ ഏത് സമയവും ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു ഉരസൽ ഉണ്ടാവുകയാണെങ്കിൽ ആ അവസരം വിനിയോഗിക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന ഇന്ത്യ സഖ്യം ഉണ്ടല്ലോ. അവർക്കും കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ ഇവിടെ നിന്ന് ആളുകളെ അടർത്തിയെടുത്താൽ മതി, അല്ലെങ്കിൽ അവർ സ്വമേധയാ വരാൻ തയ്യാറായാൽ മതി. അങ്ങനെ വരുമ്പോൾ വിട്ടുവീഴ്ചകളുടെ അങ്ങേയറ്റത്തേക്ക് പോകേണ്ട ഒരു ഗതികേടിലേക്ക് ബി.ജെ.പി എത്തുകയാണോ ഈ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ തുടങ്ങി വെച്ചിരിക്കുന്ന ഈ സമയത്ത്? എനിക്ക് അങ്ങനെ ഒരു ഒബ്സർവേഷൻ എൻ്റെ ഭാഗത്തുനിന്നില്ല. കാരണം നമ്മളെന്നും കോയിലേഷൻ പൊളിറ്റിക്സ് ദശാബ്ദങ്ങളായി പരിചയിച്ചിട്ടുള്ള കേരളത്തിൽ നിന്നാണല്ലോ നമ്മളിത് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാലോ കോയിലേഷൻ്റെ പുൾസ് ആൻഡ് പ്രഷേഴ്സ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഇതിനൊരു പുതുമയായിട്ട് നമ്മൾ സംസാരിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ 2 ടേമിൽ ഏകദേശം 30 വർഷങ്ങൾക്ക് ശേഷം ഒരു പാർട്ടിക്ക് അബ്സല്യൂട്ട് മെജോറിറ്റിയും അതിനേക്കാളും കൂടുതലായിട്ട് 282 303 സീറ്റുകൾ വാങ്ങിച്ചുകൊണ്ട് ബി.ജെ.പി ഭരിച്ചപ്പോൾ അതിനെ വെച്ച് കമ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസ്കഷനിലേക്ക് നമ്മളെല്ലാം പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മാത്രമല്ല, മോഡി അദ്ദേഹത്തിന്റെ 2002 തൊട്ടിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തേക്ക് വന്നതിന് ശേഷം ഒരിക്കൽ പോലും ഒരു കോയിലേഷൻ ഗവൺമെന്റിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എപ്പോഴും ഗുജറാത്തിലാണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കൗതുകമുണ്ട്, ഒരു ചർച്ച ചെയ്യാനുള്ള ഒരു പല കാരണങ്ങളുണ്ടാവാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, രാഷ്ട്രീയക്കാരെന്നും അവര് സാഹചര്യത്തിനനുസരിച്ചിട്ട് മാറുന്നതാണ്. പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ റിലേറ്റീവായിട്ട് നമ്മൾ അതിനെ ഡിസ്കസ് ചെയ്യുമ്പോൾ മോഡിക്ക് ഭൂരിപക്ഷം ഇല്ല എന്ന് പറയുമ്പോൾ അതിൽ വിലപേശലുമായിട്ട് ഈ പാർട്ടികളൊക്കെ വരുന്നത് വളരെ സ്വാഭാവികമാണ്. നമ്മൾ കേരളത്തിലൊക്കെ എപ്പോഴും കാണുന്നതല്ലേ, എത്രയോ പരിണത പ്രജ്ഞരായ രാഷ്ട്രീയ നേതൃത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു പാർട്ടിയോ ഒരു എം.എൽ.എയോ 2 എം.എൽ.എമാരുള്ള പാർട്ടികളൊക്കെയുള്ള ഭരിക്കുന്ന സംസ്ഥാനമല്ലേ കേരളം. അങ്ങനെ തന്നെയാണ് ഇതിനെ കാണുന്നത്. ഞാൻ അതിനെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. പക്ഷെ ഇതിൽ ഈ വിലപേശലിൽ എത്രത്തോളം നടത്താൻ പറ്റുമെന്നുള്ളതിൽ 2 വശങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഇത്രയും നേരം എല്ലാവരും സംസാരിക്കുന്ന ഇവിടുന്ന് കുറച്ച് ആൾക്കാർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഗവൺമെന്റ് രൂപീകരിക്കാമെന്നുള്ളത്. നമ്മൾ എന്തുകൊണ്ടാണ് തിരിച്ചാലോചിക്കാത്തത്? അവിടുന്ന് ഇങ്ങോട്ട് അടർത്തിയെടുക്കുക. രാഷ്ട്രീയത്തിൽ ഏതിനും ഏത് സമയത്തും മാറ്റങ്ങൾ സംശയമില്ലാത്ത കാര്യമാണ്. അതിൽ താങ്കൾ കാണുന്നത് എന്താണ്? ഇപ്പോൾ ഇന്ത്യ സഖ്യം ഇൻടാക്റ്റ് ആണ്, ഒരിക്കലും അതിൽ നിന്ന് ആരും അടർന്നു പോവുകയില്ല എന്നുള്ള ആത്മവിശ്വാസം നേതാക്കൾ പറയുന്നുണ്ട്. ആ പറയുന്ന നേതാക്കൾക്ക് പോലും അതുണ്ടോ എന്ന കാര്യം സംശയമാണ്. മറിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ടായിരിക്കും, അതായത് എൻ.ഡി.എയിൽ നിന്ന് ഇന്ത്യ സഖ്യത്തിലേക്കാണ് പോക്ക് എന്ന് പറയുന്നു. അതിനൊരു കാരണം പറയുന്നു, ഇപ്പോൾ ബംഗാളിൽ ഏതോ ഒരു 3 MP-മാർ അല്ലെ, ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട 3 MP-മാർ അവർ വരാൻ തയ്യാറായിട്ടുണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ അജിത് പവാർ പോകാൻ തയ്യാറാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. ഇത് കോൺഗ്രസിന്റെ തന്നെ ഒരു നമുക്ക് നമ്മൾ മത്സരിച്ചിട്ടുള്ള ഒരാള് ഇപ്പോൾ കോൺഗ്രസിലേക്ക് തിരിച്ചു വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ 99 എന്നുള്ളത് 100 മാറുകയാണ്. ശരി, ശ്രീ ധനുരാജ്, പക്ഷെ താങ്കൾ വ്യത്യസ്തമായ ഒരു വീക്ഷണത്തിലാണല്ലോ അത്. അല്ല, ഞാൻ അതിന് എൻ്റെ ഒരു വ്യത്യസ്തമായ വീക്ഷണം എന്താണെന്ന് വെച്ചാൽ, ഈ കോയിലേഷൻ പൊളിറ്റിക്സ് ഇന്ത്യയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ സംഭാവന ചെയ്യുന്ന ഒരു മുഹൂർത്തത്തിലാണ് നമ്മളിപ്പോൾ. എന്നുവെച്ചാൽ കോയിലേഷൻ പൊളിറ്റിക്സ് വരുന്നത് വരെ ഒരു സിംഗിൾ പാർട്ടിയെയും ഒരു സിംഗിൾ നേതാവിനെയും പൊതുശത്രുവായി കണ്ട് എല്ലാവരും കൂടി ഒന്നിച്ചു ചേരുന്നു, ഫൈറ്റ് ചെയ്യുന്നു, ഇലക്ഷൻ ജയിക്കുന്നു. അപ്പോഴാണ് ഒരു കോയിലേഷൻ പൊളിറ്റിക്സ്. ഇപ്പോൾ ഇവിടെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു 200 സീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ചിത്രം മാറിയനെ, അല്ലെങ്കിൽ ബി.ജെ.പിക്ക് 200-ൽ താഴേക്ക് അവരുടെ നമ്പേഴ്സ് ഫൈനലി ഫിനിഷ് ചെയ്തിരുന്നെങ്കിൽ ചിത്രം മാറിയനെ. പക്ഷെ കോയിലേഷൻ പൊളിറ്റിക്സ് എമേർജ് ചെയ്യുമ്പോൾ എല്ലാവർക്കും 360 ഡിഗ്രി ആംഗിളിൽ നമ്മൾ ചിന്തിക്കുക, എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മളെല്ലാവരും, രാഷ്ട്രീയ കക്ഷികളെല്ലാവരും പവർ ഹംഗ്രിയാണ്. ഇതിൽ ബി.ജെ.പി ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കാത്ത കക്ഷികൾ ഏതൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ ഒന്ന് RJD ആണുള്ളത്. എനിക്ക് തോന്നുന്നു അവരുടെ പാസ്റ്റ് ഒരിക്കൽ പോലും RJD അവരുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചിട്ടില്ല. ബാക്കി ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ മാറ്റി നിർത്തിക്കഴിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ആകെ 4+2 3 7 സീറ്റേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കി എല്ലാവരും തന്നെ കോൺഗ്രസിനെ മാറ്റി നിർത്തുക. ബാക്കി എല്ലാവരും പല സമയങ്ങളിൽ ഇവരുമായിട്ട് ഭരണം പങ്കിടുകയോ സംസ്ഥാന തലങ്ങളിൽ ഭരണം പങ്കിടുകയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മൾ അതിനെ റൂൾ ഔട്ട് ചെയ്യാൻ പാടില്ല. പക്ഷെ ഇങ്ങനൊരു അവസ്ഥ വരുമ്പോൾ കോയിലേഷൻ പൊളിറ്റിക്സ് ഓപ്പർച്യൂണിറ്റി എന്തെന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ബി.ജെ.പിയുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ തുടക്കം കൊടുക്കുക. ആദ്യത്തെ 1 വർഷം 2 വർഷം പീസ്ഫുൾ ആയിട്ട് പോവുക. അതിനുശേഷം അവർ നല്ലൊരു ഭരണം കാഴ്ചവെക്കുകയാണെങ്കിൽ, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഭരണം കാഴ്ചവെക്കുകയാണെങ്കിൽ
അവിടെ എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും ഇപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടികൾ ഏതെങ്കിലും വിട്ടുപോവുകയും ചെയ്യുമ്പോൾ 2 വർഷം കൊണ്ട് അവർ ഉണ്ടാക്കുന്ന ഒരു പേരിനെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് ഓപ്പോസിഷനിൽ നിന്ന് പോലും ആൾക്കാരെ അടർത്തിയെടുക്കാൻ അവർക്ക് പറ്റും. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് 99-100 സീറ്റ് വിജയിച്ചാൽ പോലും എനിക്കതിൽ വിജയത്തെ കുറച്ച് കാണിക്കുകയല്ല. കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാത്തിടത്തോളം കാലം ഈ വിജയം ഒരു തവണത്തെ മാത്രം വിജയമായിട്ട് ചിലപ്പോൾ മാറരുത്. അങ്ങനെ അതൊരു വാർണിംഗ് സിഗ്നലാണ്. അതായത് കോൺഗ്രസ് ഇപ്പോൾ ജയിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളൊക്കെ നോക്കുക, പലരും അവരുടെ സംഘടനാ ശേഷി കൊണ്ട് ജയിച്ചതല്ല, അവരുടെ മറ്റ് സഖ്യകക്ഷികളുടെ വോട്ട് മേടിച്ചുകൊണ്ട് ജയിച്ചതാണ്. അപ്പോൾ കോയിലേഷൻ പൊളിറ്റിക്സ് വരുമ്പോൾ ഈ വീക്ക്നെസ് ഓഫ് ലീഡിംഗ് പാർട്ടി ഒരു ഘടകമായി മാറും കുറച്ച് കഴിയുമ്പോൾ. ഇപ്പോൾ വളരെ ശക്തമാണ്, അവരെല്ലാം യുണൈറ്റഡ് ആണ്, ഞാൻ അതിലൊന്നും സംശയം പ്രകടിപ്പിക്കുന്നില്ല. പക്ഷേ BJPയുടെ സ്ട്രാറ്റജി ഒരു കോയിലേഷൻ ഗവൺമെന്റിൽ ആദ്യം വരുന്നത് ആദ്യത്തെ 2 വർഷം സ്റ്റേബിൾ ആയിട്ട് ഭരിക്കുക, ആരെയും പിണക്കാതെ പോവുക. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പലർക്കും ഇവരുടെ അടുത്തുകൂടാനുള്ള ഒരു സാഹചര്യം അവരുണ്ടാക്കുക. പിന്നെ BJPയുടെ ശക്തി ഇന്ത്യയിൽ കുറഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 0.7 or 0.8% ആണ് അവരുടെ വോട്ട് ഷെയർ കുറഞ്ഞിരിക്കുന്നത്. 0.8% ആണ് ഈ 30-40-35 സീറ്റ് വളരെ കുറച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ 40 സീറ്റ് കുറച്ചിരിക്കുന്നത്. അതിനിടയ്ക്ക് തന്നെ അവർ പുതിയൊരു സംസ്ഥാനമായി ഒഡീഷയിൽ ഒരു ഭരണം പിടിച്ചു. ആന്ധ്രയിൽ അവർ TDPയും ജനസേനയായിട്ട് ചേർന്ന് ഭരണം പിടിച്ചു. അവിടെയും നമ്മൾ കാണുന്നത് ഇപ്പൊ ഏറ്റവും കൂടുതൽ വൈറലായിരിക്കുന്ന വീഡിയോ ഏതാണ്? 2019 മോഡിയെ ചീത്ത പറയുന്ന, തള്ളിപ്പറയുന്ന നായിഡുവിന്റെ വീഡിയോ ആണ്. അതേ നായിഡുവിനെ ഉൾക്കൊള്ളുവാൻ ഈ നേതൃത്വം കാണിച്ച പഴയ സമയത്തെ കോalition പൊളിറ്റിക്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഈ നായിഡു അതുപോലെ തന്നെ നിതീഷ് കുമാർ ഇവർക്ക് ഏത് സമയവും മറുകണ്ഠം ചാടാൻ തയ്യാറെടുത്ത് നിൽക്കുന്നവർ എന്ന രീതിയിലാണല്ലോ. അവരുടെ കഴിഞ്ഞ ഏതാനും വർഷത്തെ ചരിത്രം നോക്കിയാൽ തന്നെ അങ്ങനെ വരികയാണ്. അപ്പോൾ ഒരു ചെറിയ ഉരസൽ പോലും അവർക്ക് മറുകണ്ഠം ചാടാനുള്ള അവസരമായി മാറുന്നു ആ രീതിയിലുള്ള വിലയിരുത്തൽ കൊണ്ടാണ് ഇങ്ങനെ എപ്പോൾ വേണമെങ്കിലും ഇന്ത്യ മുന്നണിക്ക് തിരിച്ച് ഭരണം പിടിക്കാൻ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ, ആ രീതിയിൽ ചർച്ചകൾ പോകുന്നത് അല്ലേ? പക്ഷെ അത് ഇല്ല എന്ന് പറയുവാനും പറ്റില്ലല്ലോ. അല്ല 1999 ഇല്ല എന്ന് പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യത്തെ തുടക്കം എന്നത് ഒരു സ്റ്റെബിലിറ്റി കൊടുക്കാനായിരിക്കും നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവരുടെ പല ആവശ്യങ്ങൾ അക്കോമഡേറ്റ് എന്നും പറഞ്ഞ് എനിക്ക് തോന്നുന്നില്ല ക്യാബിനറ്റ് കമ്മ്യൂണിറ്റി ഓഫ് സെക്യൂരിറ്റി അഫയേഴ്സിലൊക്കെ 4 മിനിസ്ട്രിയാണ് ഉള്ളത്. ഡിഫൻസ്, ഫിനാൻസ്, ഫോറിൻ അഫയേഴ്സ്, പിന്നെ എനിക്ക് തോന്നുന്നത് ഹോം. ഈ 4 മിനിസ്ട്രിയും അവര് തന്നെ കൈവെക്കാനാണ് അവര് തന്നെ BJP തന്നെ കണ്ടിന്യൂ അതിൽ സംശയമില്ല. അറിയാൻ കഴിഞ്ഞിടത്തോളം JDU ഒന്നും അത്ര ആ ഒരു പോർട്ട്ഫോളിയോയിലേക്ക് ആവശ്യം ഉന്നയിച്ചിട്ടുമില്ല. അവർക്ക് ഈ റെയിൽവേ പോലെയുള്ള വകുപ്പുകളിലാണ് താല്പര്യം കൂടുതൽ. അതിനപ്പുറത്തേക്ക് അവരുടെ ആവശ്യം എന്താണ്? അവർക്ക് 2 ആവശ്യമുള്ളത്. ഒന്ന്, ആന്ധ്രയ്ക്ക് സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുക്കുക, ബീഹാറിന് സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുക്കുക. രണ്ടിനും ഹിസ്റ്റോറിക്കലായിട്ട് റീസൺ ഉണ്ട്. 2000 വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ബീഹാറിനെ മുറിച്ച് ജാർഖണ്ഡും ബീഹാറുമാക്കി മാറ്റി. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ആർഗ്യുമെന്റ്, അന്ന് തൊട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ്, ജാർഖണ്ഡ് ആയിരുന്നു മൈനും കോളും എല്ലാം, മൈനിങ്ങും കോളും ഒക്കെ ഉള്ളത് കൊണ്ട് അവരുടെ ഏറ്റവും വലിയ പൊതു സ്വത്ത് ജാർഖണ്ഡിന് കൈമാറി. അപ്പോൾ ബീഹാർ ഒരു പൂർ സ്റ്റേറ്റ് ആയി മാറി. അത് പിന്നീട് വന്ന പല ഗവൺമെന്റിൽ അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ കാലഘട്ടത്തിലും UPAയുടെ സമയത്തും NDAയുടെ സമയത്തും എല്ലാം ബീഹാറിന് സ്പെഷ്യൽ സ്റ്റേറ്റസ് വേണമെന്നുള്ളത് അവിടുത്തെ ഭരണകൂടം ആവശ്യപ്പെട്ട് വന്നിട്ടുണ്ട്. ആന്ധ്രയിൽ എന്താണ്? ആന്ധ്രയിൽ തെലങ്കാന മുറിച്ചു. അപ്പോൾ അന്നൊരു പ്രോമിസ് ഉണ്ടായിരുന്നു, അത് ഓണർ ചെയ്തില്ല എന്നുള്ള രീതി. അതുകൊണ്ടാണ് 2019 നായിഡു മന്ത്രിമാരെ പിൻവലിച്ചു, 2 മന്ത്രിമാരെ പിൻവലിച്ചുകൊണ്ട് അദ്ദേഹം NDAയിൽ നിന്ന് വാക്കൗട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ 2 സംസ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാക്കേജ് ഒക്കെ കൊടുക്കാൻ, സ്പെഷ്യൽ സ്റ്റേറ്റസ് കൊടുക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഒരു പബ്ലിക് ഫിനാൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അതിനെ പലരും എതിർക്കുന്നുണ്ട്. എന്നാൽ എന്തെങ്കിലും പാക്കേജ് കൊടുക്കാം. പിന്നെ പെറ്റ് പ്രോജക്റ്റ് ആയ ചന്ദ്രബാബു നായിഡുവിന്റെ പെറ്റ് പ്രോജക്റ്റ് ആയ അമരാവതിക്ക് തലസ്ഥാനം ബിൽഡ് ചെയ്യാനുള്ള രീതിയിലുള്ള വലിയൊരു പാക്കേജ് ചിലപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്തേക്കാം. ചിലപ്പോൾ IT, കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ ചന്ദ്രബാബു നായിഡുവിന്റെ വളരെ അടുത്ത പോർട്ട്ഫോളിയോസ് ഒക്കെ കൈമാറ്റം ചെയ്തേക്കാം. അല്ലെങ്കിൽ സിവിൽ ഏവിയേഷൻ കൊടുത്തേക്കാം. ഇവിടെ ബീഹാറിലാണെങ്കിൽ റൂറൽ പാക്കേജുകളും അഗ്രികൾച്ചർ പാക്കേജൊക്കെ കൊടുത്തേക്കാം. ചിലപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ പദവി TDPക്ക് കൊടുത്തേക്കാം. അതിനപ്പുറത്തേക്ക് സ്പീക്കർ പദവിയും ആവശ്യമായിട്ട് വരുന്നു. സ്പീക്കർ പദവിയും ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ അതിലേക്ക് വരുവാനുള്ള സാധ്യത കാണുന്നില്ല അല്ലെ? അല്ല, നമ്മള്
അല്ല നമ്മൾക്ക് ഇതെല്ലാം ബാർഗെയിനിങ്ങിൽ നമ്മൾ മുകളിൽ നിന്നല്ലേ തുടങ്ങും. bargaining എത്രമാത്രം ഉണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും. എല്ലാവരും ഇപ്പൊ ചില പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഹോം മിനിസ്റ്ററെ തന്നെ മാറ്റണം, അല്ല ഹോം മിനിസ്റ്ററെ മാറ്റുക എന്നല്ല, ഹോം മിനിസ്ട്രി ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് അത് ആലോചിക്കാൻ പറ്റും? 16 MP-മാരുള്ള ഒരു പാർട്ടിക്ക് 241 MP-മാരുടെ അടുത്ത് ഉള്ള ഒരു പാർട്ടിയിൽ നിന്ന് ഹോം മിനിസ്ട്രി വാങ്ങിച്ചെടുക്കാൻ പറ്റും? അത് ഒരിക്കലും സാധിക്കത്തില്ല. അത് ഈ ചർച്ചകളുടെ ഒരു തുടക്കം എന്ന നിലയിൽ ആൾക്കാർ പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നത് 2 സംസ്ഥാനങ്ങൾ, ഇപ്പൊ ബീഹാറിൽ ഇലക്ഷൻ വരുന്നുണ്ട്, അതും കൂടി നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. ബീഹാറിൽ അടുത്തൊരു ഇലക്ഷൻ വരാൻ പോകുന്നത് ബീഹാറിലാണ്. അപ്പൊ അവിടെ ബീഹാറിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിനു മുമ്പ് ഇലക്ഷന് മുമ്പ് 24 ഇലക്ഷന് മുമ്പ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും നിതീഷ് കുമാറിനെ അവിടെ നിന്ന് മൊത്തമായി മാറ്റം അദ്ദേഹത്തിന് പൊളിറ്റിക്സിൽ നിന്ന് തന്നെ, അതായത് ഈ രംഗത്ത് നിന്ന് മാറ്റുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് BJP-യുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അദ്ദേഹത്തെ കണ്ടിന്യൂ ചെയ്യുന്നുള്ള സ്ട്രാറ്റജിയിലേക്ക് BJP തൽക്കാലത്തെങ്കിലും മാറും. കാരണം നിതീഷ് കുമാറിനെ തന്നെ ഉയർത്തി കാണിച്ചുകൊണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇവർ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിതീഷിനും അത് തന്നെയായിരിക്കും അഭികാമ്യം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവിടെ RJD നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇലക്ഷനിൽ 5 സീറ്റ് കിട്ടിയിട്ടുള്ളെങ്കിലും അവിടുത്തെ വോട്ട് ഷെയർ ഏറ്റവും കൂടുതൽ RJDക്കാണ്. അപ്പോൾ സംസ്ഥാന തലത്തിൽ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു വലിയൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ RJDക്ക് പറ്റും. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിന്റെ ഒരു മുഖ്യമന്ത്രിയാവാനുള്ള അടുത്ത 2025 ഇലക്ഷൻ കഴിഞ്ഞുള്ള മുഖ്യമന്ത്രി ആകാനുള്ള ആഗ്രഹത്തെ സപ്പോർട്ട് ചെയ്യാൻ BJPക്കാണ് പറ്റുക. അത് അദ്ദേഹത്തിന് മനസ്സിലാവുന്നതുകൊണ്ട് അദ്ദേഹം മിക്കവാറും BJPയോടൊപ്പം തന്നെ കൂടും. ഇവിടെ ആന്ധ്രയുടെ കാര്യം എടുത്താൽ ചന്ദ്രബാബു നായിഡുവിന് സെൻട്രൽ പാക്കേജ് കിട്ടുക എന്നുള്ളത് അതൊരു സ്റ്റേബിൾ ഗവൺമെന്റിൽ നിന്ന് വാങ്ങിച്ചെടുക്കാനായിരിക്കും അദ്ദേഹം ശ്രമിക്കുന്നത്. അദ്ദേഹം 10-30 വർഷമായിട്ട് ഡൽഹി പൊളിറ്റിക്സ് 1996 തൊട്ട് ഡൽഹി പൊളിറ്റിക്സ് കാണുന്ന ഒരാളല്ലേ. അദ്ദേഹം എനിക്ക് തോന്നുന്നില്ല ഒരു എക്സ്ട്രീം സ്റ്റെപ്പ് എടുത്ത് ഇപ്പോ ഈ ഒരു നിമിഷത്തിൽ അദ്ദേഹം മാറുന്നു തോന്നുന്നില്ല. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ